സിംഹം തൗബരെ എന്നാണ് ഇത് ഇംഗ്ലീഷിൽ വിളിക്കപ്പെടുന്നത്. ശാസ്ത്രീയനാമം ഹെഗ്ഹെയിംബഹു ലിയോ എന്നാണ്. സിംഹം വനത്തിന്റെ രാജാവ് എന്നാണ് പരമ്പരാഗതമായി വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിന്റെ ധൈര്യവും ശക്തിയും കാരണമാകിയാണ് ഇതിന് ഈ വലിയ പദവി ലഭിച്ചത്. സിംഹം മാംസഭക്ഷി മൃഗമാണെന്ന് നാം അറിയാം. ഭൂമിയിൽ ഉള്ള വലിയ കീടഭക്ഷക മൃഗങ്ങളിൽ ഒന്നാണ് സിംഹം. സിംഹത്തിന്റെ രൂപഭാവം. സിംഹത്തിന് വളരെ ശക്തവും വലുപ്പമേറിയതുമായ ശരീരമാണ്. പെരുകിയ നഖങ്ങൾ, വലിയ വായും അതിനകത്ത് തീർച്ചയായിരിക്കുന്ന പല്ലുകളും സിംഹത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. പുരുഷ സിംഹത്തിന്റെ തലയ്ക്ക് ചുറ്റും വലിയ മുടി പോലെയുള്ള മാനെ ഉണ്ടാകൂ. ഇതുതന്നെ സിംഹത്തെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. സ്ത്രീ സിംഹങ്ങൾക്ക് ഈ മാനെ കാണാറില്ല. സിംഹം ഏകദേശം 1.2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരവും 1.5 മുതൽ 2.5 മീറ്റർ വരെ ദൈർഘ്യവും കാണിക്കും. 150 കിലോ മുതൽ 250 കിലോ വരെ ഭാരമുള്ള സിംഹങ്ങളുണ്ട്. നായ പോലുള്ള വലിയ കസാങ്നിയുള്ള വാൽ ഇതിന് ഉണ്ട്. വാസസ്ഥലം. സിംഹങ്ങൾ പ്രധാനമായും ആഫ്രിക്കയുടെ സമതല പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നത്. കിഴക്കൻ ആഫ്രിക്കയിലെ ഗ്യാസാവന പ്രദേശങ്ങളും തെക്കൻ ആഫ്രിക്കയിലെ കുറെ വനപ്രദേശങ്ങളും സിംഹങ്ങളുടെ ആസ്ഥാനമാവൂ. ഇന്ത്യയിലെ ഗിർ വനപ്രദേശം, ഗിർ ഫോറസ്റ്റ്, സിംഹങ്ങളുടെ ഏക വാസസ്ഥലമാണ്. ഇത് ആസിയാറ്റിക് സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. കുടുംബം, കൂട്ടുജീവിതം. സിംഹം കൂട്ടുജീവിയാണ്. ഇവ കൂട്ടത്തിൽ ജീവിക്കുന്നു. ഈ കൂട്ടത്തെ പ്രൈഡ് എന്ന് പറയുന്നു. ഒരു പ്രൈഡിൽ സാധാരണയായി ഒരു പുരുഷ സിംഹം, കുറെ സ്ത്രീ സിംഹങ്ങൾ, കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ അംഗങ്ങൾ ഉണ്ടാകും. സ്ത്രീ സിംഹങ്ങളാണ് പ്രധാനമായും വേട്ടയാടുന്നത്. പുരുഷ സിംഹം കൂട്ടത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആഹാരം. സിംഹം ഒരു മാംസഭക്ഷക മൃഗമാണ്. മൃഗങ്ങളെ വേട്ടയാടി ആഹാരമാക്കി മാറ്റുകയാണ് ഇതിന്റെ പ്രധാന ആഹാരശീലം. മൃഗങ്ങളിൽ കാള, മാൻ, കാട്ടുപോത്ത്, സീബ്ര, വിൽഡ് ബീസ്റ്റ് തുടങ്ങിയവയെ സിംഹങ്ങൾ ആക്രമിക്കും. കൂട്ടമായി വേട്ടയാടുന്നതിലൂടെ വലിയ ഇരകളെ പിടിക്കാൻ സിംഹങ്ങൾക്ക് കഴിയും. വേട്ടയിൽ സ്ത്രീ സിംഹങ്ങൾ പ്രധാന പങ്ക് വഹിക്കും. സിംഹത്തിന്റെ വേട്ടയാട്ടം. സിംഹങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വേട്ടയാടുന്നു. ഇരയെ കണക്കാക്കിയും നിരീക്ഷിച്ചും സാധാരണ രാത്രിയാണ് ഇവ വേട്ടയാടുന്നത്. ഇരയ്ക്ക് എതിരെ ശബ്ദം ഉണ്ടാക്കാതെയും കുറഞ്ഞ ദൂരത്തിൽ എത്തിയ ശേഷം അതിനെ ചാടി പിടിച്ചെടുക്കുകയും കഴുത്തിൽ കടിച്ച് ശ്വാസം മുട്ടിക്കുകയും ചെയ്യും. ശബ്ദം. സിംഹത്തിന്റെ ആവാസി റഹമോ വളരെ ശക്തവും ദൂരത്ത് വരെ കേൾക്കാവുന്നതുമാണ്. 8 കിലോമീറ്റർ വരെ സിംഹത്തിന്റെ ശബ്ദം കാതിൽപ്പെടും. ഇത് മറ്റു സിംഹങ്ങൾക്കും ശത്രുക്കൾക്കും മുന്നറിയിപ്പ് നൽകുന്നതാണ്. പ്രജനനം. സിംഹങ്ങൾക്ക് സാധാരണ 2 വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. പെണ്ണ് സിംഹങ്ങൾ 3 കുറയ്ക്കുക 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കും. കുഞ്ഞുങ്ങൾ അമ്മയുടെ പാലിൽ വളരും. പൂർണ്ണ വളർച്ചയെത്താൻ 2 കുറയ്ക്കുക 3 വർഷം വരും. കുഞ്ഞുങ്ങളെ അമ്മ സിംഹം വളർത്തി സംരക്ഷിക്കും. പലപ്പോഴും സിംഹക്കുഞ്ഞുങ്ങൾ അപകടങ്ങളിൽപ്പെടാനും സാധ്യതയുണ്ട്. മറ്റുള്ള മൃഗങ്ങൾ അവരെ ആക്രമിക്കാവുന്നതാണ്. സിംഹത്തിന്റെ ജീവിതകാലം. പ്രകൃതിയിൽ ജീവിക്കുന്ന സിംഹങ്ങൾ സാധാരണ 10 കുറയ്ക്കുക 15 വർഷം ജീവിക്കും. പക്ഷേ സങ്കുചിത പരിസ്ഥിതികളിൽ സിംഹങ്ങൾ 20 വർഷം വരെ ജീവിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിംഹത്തിന്റെ ശത്രുക്കൾ. പ്രകൃതിയിൽ സിംഹത്തിന് വലിയ ശത്രുക്കൾ ഇല്ല. ചിലപ്പോഴെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്ന കരടി പോലുള്ള മൃഗങ്ങൾ സിംഹത്തെ നേരിടാൻ വരാം. എന്നാൽ മനുഷ്യരാണ് സിംഹങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. മനുഷ്യൻ വെടിയുണ്ടകൾ, ചലനാത്മക വനനശീകരണം, വേട്ട തുടങ്ങിയവ വഴി സിംഹങ്ങളെ അതിജീവനത്തോട് പൊരുതാൻ നിർബന്ധിതമാക്കുന്നു. സിംഹം ശക്തിയുടെ പ്രതീകം. പഴയ കാലം മുതൽ തന്നെ സിംഹം ശക്തിയുടെ, ധൈര്യത്തിന്റെ, ഭീകരതയുടെ പ്രതീകമായി കരുതപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പല പുരാതന ചിഹ്നങ്ങളിലും പതാകകളിലും സിംഹത്തെ പ്രത്യക്ഷപ്പെടുത്താറുണ്ട്. നമ്മുടെ ദേശഭാവനയിലുള്ള അശോകചക്രം സിംഹത്തിന്റെ മുഖമാണ്. അതുപോലെ തന്നെ പല രാജാക്കന്മാരുടെയും രാജവംശങ്ങളുടെയും ചിഹ്നമായി സിംഹം ഉപയോഗിച്ചിരുന്നു. ആസിയാറ്റിക് സിംഹം. ഇന്ത്യയിലെ ഗിർ വനത്തിൽ മാത്രം ഇപ്പോൾ ആസിയാറ്റിക് സിംഹം ബാക്കിയുണ്ട്. ആഫ്രിക്കൻ സിംഹത്തെ അപേക്ഷിച്ച് ആസിയാറ്റിക് സിംഹം ചെറുതാണ്. ഏകദേശം 600 കുറയ്ക്കുക 700 ആസിയാറ്റിക് സിംഹങ്ങൾ നിലവിൽ ഗിർ വനത്തിൽ മാത്രമേ ഉള്ളൂ. ഇവയെ സംരക്ഷിക്കാൻ നിരവധി സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സംരക്ഷണ ശ്രമങ്ങൾ. സിംഹങ്ങൾ ഇപ്പോൾ അപൂർവമാകുന്ന മൃഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്നു. വനനശീകരണം, വേട്ടയാട് എന്നിവ കാരണം സിംഹങ്ങളുടെ എണ്ണം കുറയുകയാണുണ്ടായിരുന്നത്. Wildlife Protection Act, Project Lion. വിൽഡ് ലൈഫ് ആൻഹിബഭിവാർ അഗി, പ്രൊജക്ട് തൗബഹ് പോലുള്ള പദ്ധതികൾ സിംഹങ്ങളെ സംരക്ഷിക്കാൻ സഹായിച്ചു. ഇന്ന് സിംഹ സംരക്ഷണം പല രാജ്യങ്ങളുടെയും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. സിംഹം ലോഗോസുകളിലും കലകളിലും. സിംഹം ഇന്നും വിവിധ രാജ്യങ്ങളുടെ ദേശീയ ചിഹ്നങ്ങളിലും സ്പോർട്സ് ടീം ലോഗോസിലും ബാങ്ക് ലോഗോസിലും കാണാം. ധൈര്യത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായാണ് സിംഹം ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. പുരാതന ഗുഹാചിത്രങ്ങളിൽ പോലും സിംഹത്തിന്റെ രൂപം കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കുറെ സവിശേഷതകൾ. സിംഹം മരുഭൂമിയും പുൽത്തകിടികളുമാണ് ഇഷ്ടപ്പെടുന്നത്.
ഉഷ്ണമേഖലാ കാറ്റുകൂടിയ പ്രദേശങ്ങളിൽ സിംഹങ്ങൾ കൂടുതലായി കാണാം. സിംഹം ഒരു രാത്രിചര മൃഗമാണ്. സിംഹങ്ങൾ ഒരുപോലെ മനുഷ്യരെയും മൃഗങ്ങളെയും ഭീതിയിലാക്കും. സിംഹത്തിന്റെ കണ്ണുകൾ രാത്രിയിൽ പ്രകാശം വീശുന്ന പോലെ തിളങ്ങും. ദീർഘ സിംഹം നമ്മുടെ പ്രകൃതിയിലെ അതുല്യമായൊരു സൃഷ്ടിയാണ്. വനരാജാവ് എന്ന സ്ഥാനം അർഹിക്കുന്ന സമഗ്രതയും ശക്തിയും ധൈര്യവും സിംഹത്തിനു തന്നെയാണ്. വനജീവി സമ്പത്തിന്റെയും പ്രകൃതിരക്ഷയുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ സിംഹം നമ്മെ പ്രേരിപ്പിക്കുന്നു. സിംഹം മാത്രമല്ല, എല്ലാ വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്.